ദുരൂഹതയൊഴിയുന്നില്ല ബാലരാമപുരത്തെ 2 വയസ്സുകാരിയുടെ മരണത്തിൽ. മണ്ണോടടിഞ്ഞ ആ കുഞ്ഞു ജീവനെടുത്തത് താലോലിക്കേണ്ട കൈകളായിരുന്നുവെന്നതാണ് കണ്ണു നനയിക്കുന്നത്. കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട അന്വേഷണങ്ങൾ പുരോഗമിക്കവേ ഈ സംഭവത്തിലും അന്ധവിശ്വാസത്തിനും ആഭിചാരക്രിയയ്ക്കും പങ്കുണ്ടെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. സംഭവത്തിൽ മന്ത്രവാദിയായ ദേവിദാസൻ എന്ന് വിളിക്കുന്ന പ്രദീപ് എന്നയാൾ കസ്റ്റഡിയിലായിരിക്കുന്നു. കൊല്ലപ്പെട്ട കുട്ടിയുടെ അമ്മ ശ്രീധുവിന്റെ ആത്മീയ ഗുരുവാണ് ഇയാൾ. തന്നെ സാമ്പത്തികമായി പറ്റിച്ചെന്ന ശ്രീധുവിന്റെ മൊഴിയിലാണ് മന്ത്രവാദിയെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ജീവനറ്റ് കിടക്കുന്ന സ്വന്തം കുഞ്ഞിനോട് തെല്ലിറ്റ് ദയുണ്ടായിരുന്നില്ല അവർക്ക്. മൊഴിയിലെ വൈരുദ്ധ്യങ്ങളും അടിമുടി ദുരൂഹതയും മാത്രമായിരുന്നു തുടക്കം മുതൽ. ആഭിചാരത്തിന്റെ സാധ്യതകളാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തുന്നത്. കുട്ടി ജനിച്ചതു മുതൽ കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ ഉടലെടുത്തുവെന്നാണ് കുട്ടിയുടെ അമ്മാവൻ പറയുന്നത്. അത്തരത്തിലൊരു ചിന്ത അവരിൽ ജനിപ്പിച്ചത് ഈ പൂജാരിയാണെന്ന സാധ്യത തള്ളിക്കളയാനാവില്ല. പ്രദീപ് കുമാർ എന്ന അധ്യാപകനാണ് ശംഖുമുഖം ദേവിദാസനായത്. കാതികൻ SP കുമാറായി മാറിയ ഇയാൾ അതിനുശേഷം ദേവിദാസൻ എന്ന മന്ത്രവാദിയായി മാറുകയായിരുന്നു. ഇയാളുടെ കൂടെ മന്ത്രവാദങ്ങളിൽ സഹായിയായി ശ്രീധു പോയിരുന്നു. ഇയാൾ ശ്രീധുവിൽ നിന്നും 30 ലക്ഷം രൂപ തട്ടിയെടുത്തതെന്നാണ് വിവരം. ആഭിചാരക്രിയയുടെ പേരിലാണോ ഇയാൾ പണം തട്ടിയതെന്ന് വ്യക്തമല്ല. ഇതിനെക്കുറിച്ച് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ഇയാൾ ഓൺലൈനായി പൂജ സംബന്ധമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൂടിയാണ്. കേസിൽ പ്രതിയായ ഹരികുമാർ ദേവിദാസിന്റെ സഹായിയായി ഒരാഴ്ചയോളം നിന്നിരുന്നു. എന്നാൽ ഹരികുമാറിന്റെ ചില പ്രവൃത്തികളിൽ പന്തികേട് തോന്നിയ ദേവിദാസൻ ഹരികുമാറിനെ പറഞ്ഞു വിടുകയായിരുന്നു. ഹരികുമാറിന്റെ അമ്മയും ചെറിയ രീതിയിൽ ആഭിചാരക്രിയകൾ പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നയാളുമാണ്. ദേവേന്ദുവിന്റെ കുടുംബത്തിനെ പൂർണ്ണമായി അന്ധവിശ്വാസത്തിന്റെ ഒരു ചങ്ങല വരഞ്ഞു മുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ശ്രീധു വഴിയാണ് ഹരികുമാർ ദേവിദാസന്റെ അടുത്ത് ജോലിക്കെത്തിയതെന്നാണ് വിവരമുള്ളത്. ശ്രീധുവിന്റെ സാമ്പത്തിക ഇടപാടുകളും മതപരമായ വിശ്വാസങ്ങളും കൊലപാതകവുമായി എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് വ്യക്തത വരുത്താനാണ് ദേവിദാസനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഹരികുമാറിന്റെ പിതാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് വീട്ടിൽ പൂജ നടത്താൻ ദേവിദാസൻ എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ടുകളുള്ളത്. ഇതോടെയാണ് ഏതെങ്കിലും തരത്തിലുള്ള ആഭിചാരക്രിയകൾ നടത്താനുള്ള പദ്ധതി ഉണ്ടായിരുന്നോ എന്ന തരത്തിൽ സംശയമുയർന്നിരിക്കുന്നത്. ദുരൂഹതകളേറെയുള്ള ഈ സംഭവത്തിൽ അന്ധവിശ്വാസത്തിന്റെ കടന്നുകയറ്റമാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഈ 21-ാം നൂറ്റാണ്ടിലും അമിത വിശ്വാസത്തിന്റെ ഇരുളടഞ്ഞ ലോകത്ത് കത്തിയെടുത്തിറങ്ങുന്ന ചില ചെന്താമരകളും ഹരികുമാരന്മാരും. ഇതിനൊക്കെ ഇരയാകേണ്ടി വരുന്നത് ഇതിലൊന്നും പെടാത്ത കുറച്ച് പാവം ജീവനുകളും.